നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും നിങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളും അത് മനസ്സിൽ നിന്ന് ആർക്കും പോവില്ല. എനിക്ക് പേഴ്സണലി പോവില്ല. അതെന്താ പറയുക, ഞങ്ങളുടെ രണ്ടുപേരും സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അതാണ് ഏറ്റവും വലിയ. അതെങ്ങനെയാണോ എന്താണെന്നൊന്നും മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ആ കാണുമ്പം അടുത്ത് നിൽക്കുന്നവർക്കും സന്തോഷമാണ്. അടുത്ത് നിൽക്കുന്നവർക്കാണ് ആ സന്തോഷം. അകന്ന് നിൽക്കുന്നവർ എങ്ങനെയാണ് പറഞ്ഞത് ഷാജി പറഞ്ഞത് സത്യമാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. സന്തോഷത്തോടെ നിങ്ങൾ അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമുക്ക് ആദ്യം നാടകത്തിലേക്ക് പോകാം. അതെ അതെ. അല്ല, ഇങ്ങനെ എടുത്ത് പറയാൻ കാര്യം എന്താ എനിക്ക് മനസ്സിലായി. എൻ്റെ ആ വളർച്ച തൊട്ട് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും മുതൽ ഇതന്നെ അറിയാവുന്നതാണ്. ഞാനെന്താണ്, എൻ്റെ റൂട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പറയാൻ പറ്റും. നാടകത്തിലേക്ക് പോവാം. ഇപ്പോൾ നാടകം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന രണ്ടാമത്തെ നാടകം ഇത്. ആദ്യത്തെ നാടകത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ട നാടകം ചങ്ങമ്പുഴ പാർക്കിൽ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാടകം, എന്നെക്കാൾ സീനിയർ ഇദ്ദേഹം നാടകത്തിൽ. അപ്പം ഇദ്ദേഹം നാടകത്തിലേക്ക് വന്ന തന്നെ വലിയ സംഭവമായിരുന്നു. ഒരു ദിവസം എൻ്റെ ബ്രദർ നാടകം ചെയ്യണം. ബ്രദറിൻ്റെ നായിക ഒളിച്ചോടിപ്പോയി കളഞ്ഞു. നാടകത്തിൽ നിന്ന് നാടകത്തിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു. അപ്പോൾ അവർക്ക് 2, 3, 4 ദിവസം അല്ലേ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് നാടകം കളിക്കാൻ. അപ്പോൾ ഞാൻ പ്രോഗ്രാം എന്നെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ഒപ്പിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റുകളല്ലേ അറിയുള്ളൂ. അവരുടെ അമേർച്ചർ നാടകം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വീട്ടിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക്, വന്നാൽ ഓക്കെ ആന്ന് പറഞ്ഞു.